നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കേജ്രിവാൾ കോൺഗ്രസിന്റെ ബട്ടൺ അമർത്തും, ഞാൻ AAPയുടെ ബട്ടൺ അമർത്തും. രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. താൻ AAPക്കും അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യും എന്നാണ് രാഹുലിന്റെ പ്രസ്താവന. രണ്ട് സഖ്യകക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നും അതുകൊണ്ടാണ് താൻ AAP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയെന്നും രാഹുൽ വ്യക്തമാക്കി. കാലിന് ഇടേണ്ട വലിയ കമ്പി കയ്യിലിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവെന്ന് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവെന്ന് പരാതി. അപകടത്തിൽ പരിക്കേറ്റ യുവാവിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. കയ്യിലെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് കോതിപ്പാലം സ്വദേശി അജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. കയ്യിലെ എല്ല് പൊട്ടിയതിന് കാലിനിടേണ്ട വലിയ കമ്പിയാണ് ശസ്ത്രക്രിയ നടത്തി കയ്യിലിട്ടത്. ചേർത്തലയിൽ നടുറോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ് രാജേഷ് അറസ്റ്റിൽ. ആലപ്പുഴ ചേർത്തലയിൽ നടുറോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് രാജേഷ് പിടിയിൽ. കഞ്ഞിക്കുട്ടിയിലെ ബാറിൽ നിന്നാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്ന ഉടൻ രാജേഷ് കടന്നു കളയുകയായിരുന്നു. പള്ളിപ്പുറം പള്ളിച്ചന്തയിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. പള്ളിപ്പുറം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട അമ്പിളി. രാജേഷിന്റെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലയ്ക്ക് കാരണം. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. സംഭവം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. പുലർച്ചെ 2 മണിക്കാണ് ട്രെയിൻ ഇവിടെ എത്തിയത് എന്നാണ് വിവരം. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ ഷൊർണൂർ ഭാഗത്തേക്ക് പോകാനുള്ള എല്ലാ ട്രെയിനുകളും പോകുന്നത്. പാനൂരിലെ രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമോ എന്ന് പാർട്ടി തീരുമാനിക്കും. MV ഗോവിന്ദൻ. പാനൂരിലെ രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂടുതൽ കാര്യങ്ങൾ ജില്ലാ നേതൃത്വത്തിനോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാനൂർ തെക്കുമുറിയിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം CPIM നിർമ്മിച്ചത്. MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും എന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. 2015 ജൂൺ 6-ന് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുപീഷ് എന്നിവർക്കായാണ് സ്മാരകം പണിതത്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ ഉണ്ടായ വെടിവയ്പിൽ BJP നേതാവ് കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ, അനന്ത്നാഗ് ജില്ലകളിൽ യഥാക്രമം 2 വ്യത്യസ്ത ഭീകരാക്രമണങ്ങളിൽ ശനിയാഴ്ച ജയ്പൂരിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാര ദമ്പതികൾക്ക് പരിക്കേറ്റപ്പോൾ ഒരു മുൻ BJP സർപഞ്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ആദ്യ സംഭവത്തിൽ ഷോപ്പിയാനിലെ ഹിർപോറ ഏരിയയിൽ വച്ച് രാത്രി 10:30 ഐജാസ് ഷെയ്ഖ് എന്ന മുൻ BJP സർപഞ്ചിനു നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊച്ചിയിലെ ലഹരി വേട്ട. അൽക്കാബോണി മോഡലിംഗ് രംഗത്തുള്ളവർക്കും ലഹരി കച്ചവടം നടത്തി. കൊച്ചിയിലെ ലഹരി വേട്ട കേസിൽ അന്വേഷണം മോഡലിംഗ് രംഗത്തേക്ക്. കേസിൽ ഇന്നലെ അറസ്റ്റിലായ മോഡൽ അൽക്കാബോണി മോഡലിംഗ് രംഗത്തുള്ളവർക്കും ലഹരി കച്ചവടം നടത്തി. ലഹരി കച്ചവടത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചതും മോഡലിംഗ് രംഗത്തെ വനിതാ സുഹൃത്തുക്കളെന്നും പോലീസ് പറയുന്നു. സിംഗപ്പൂരിൽ പുതിയ കോവിഡ് തരംഗം. മാസ്ക് ധരിക്കുവാൻ കർശന നിർദ്ദേശം. സിംഗപ്പൂരിൽ പുതിയ കോവിഡ് തരംഗം രൂക്ഷമായതോടെ വീണ്ടും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കുന്നു.
മെയ് 5 മുതൽ 11 വരെ 25,900-ത്തിലധികം COVID-19 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ദിവസേനയുള്ള ശരാശരി COVID-19 ആശുപത്രിയിൽ പ്രവേശനം കഴിഞ്ഞ ആഴ്ച 181-ൽ നിന്നും 250 ഉയർന്നു. ശരാശരി പ്രതിദിന തീവ്രപരിചരണ യൂണിറ്റ് കേസുകൾ കഴിഞ്ഞ ആഴ്ചയിലെ 2 കേസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3 കേസുകളായി കുറവാണ്. അബ്ദുൾ റഹീമിന്റെ മോചനം. സഹായ സമിതിയും എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ കൂടിക്കാഴ്ച നടത്തി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണെന്ന് റിയാദ് റഹീം സഹായ സമിതി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പണം നൽകാനുള്ള മാർഗനിർദ്ദേശം തേടിയാണ് അംഗങ്ങൾ ഗവർണറേറ്റിൽ എത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.